സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യവുമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനത്തെ അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ആഴ്ചയിൽ ഇങ്ങനെ ഒന്ന് രണ്ട് തവണ നമുക്കിങ്ങനെ സൂമിലൂടെ ഒരുമിച്ച് കൂടാനും ദൈവവചനം ഒരുമിച്ച് ചിന്തിപ്പാനും ഒക്കെ ദൈവം നൽകുന്ന ശ്രേഷ്ഠമായ സന്ദർഭത്തിനായി സകല മഹത്വവും പുകഴ്ചയും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. നമ്മള് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ ഭക്തന്മാരുടെ ജീവിതത്തിലൂടെ ഒരു ദൈവ പൈതലിന്റെ ആത്മിക പ്രയാണം എങ്ങനെയാകണമെന്നും ആ പ്രയാണത്തിൽ നാം ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാകുന്നു എന്നും തിരുവഴുത്തിലെ പിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അവർ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ എന്താണെന്നും അത് നമുക്ക് എങ്ങനെ പാഠമാക്കാൻ കഴിയും എന്നിത്യാദി കാര്യങ്ങളാണ് നാം ചിന്തിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനർത്ഥങ്ങൾ, നിസ്സാരമെന്ന് നാം കരുതിയ പലതും വലിയ വിപത്ത് ഉണ്ടാക്കി വെക്കുന്നത് എങ്ങനെയാകുന്നു എന്നുള്ളത് യാക്കോബിന്റെ ജീവിതത്തിലൂടെ നാം പഠിച്ചു. ദൈവത്തോടുള്ള ഉടമ്പടി അനുസരിച്ച് ബഥേലിൽ വന്ന് പാർക്കേണ്ട യാക്കോബ് സേയിലേക്ക് ചെല്ലാമെന്ന് ജ്യേഷ്ഠനായ ഏശാവിനോട് പറഞ്ഞനന്തരം സേയിലേക്ക് പോകാതെ നേരെ സൂക്കോത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന് ആലയം പണിയാൻ തീരുമാനമെടുത്തവൻ ആദ്യം തന്നെ വീട് പണിതു. വീട് പണിത് കഴിഞ്ഞ് പിന്നീട് പുള്ളിയുടെ ഫെസിലിറ്റീസ് എല്ലാം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് പ്രയോറിറ്റി തന്റെ കന്നുകാലികൾക്കായിരുന്നു, ആടുമാടുകൾക്ക്. പിന്നെ അതിനു വേണ്ടുന്ന തൊഴുത്തിന്റെ പണി ആരംഭിച്ചു. വാസ്തവത്തിൽ ഇതൊക്കെ ദീർഘമായി വിസ്തരിക്കേണ്ടതാണ്. ഞാൻ മനഃപൂർവ്വം അതല്ല അങ്ങ് ജസ്റ്റ് ഒന്ന് തൊട്ടു പോവുക. ആലയം പണിയാൻ തീരുമാനമെടുത്തവരെല്ലാം വീട് പണി തുടങ്ങി. ഓക്കെ, അപ്പൊ വീട് പണിയുന്ന മഹാഭാവമാണെന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ അതല്ല പറഞ്ഞത്. നമ്മൾ ദൈവത്തിലെടുത്ത ഉടമ്പടി എന്താണ് എന്നുള്ളതാണ് വിഷയം. ഓക്കെ, രണ്ടാമതായി യാക്കോബ് ചെയ്തത്, യാഗപീഠമോ ആലയോ പണിയേണ്ടവൻ തൊഴുത്തുകൾ പണിയാൻ തുടങ്ങി. തലചായ്ക്കാൻ തലേണയില്ലാഞ്ഞിട്ട് കല്ല് തലേണയായി വെച്ച് ഉറങ്ങിയ കക്ഷിക്ക് ഇപ്പം അദ്ദേഹം കിടക്കുന്നതിനേക്കാൾ ഭാരം കന്നുകാലികൾ എങ്ങനെ മഞ്ഞു കൊള്ളാതെ കിടക്കുന്നുള്ളത്. സ്തോത്രം. ജീവിതത്തിന്റെ കഷ്ടതയുടെ നടുവിൽ നമ്മളെടുത്ത തീരുമാനങ്ങളൊക്കെ നമ്മുടെ നിലവിളി കേട്ട് ദൈവം തമ്പുരാൻ സ്ഥിതി മാറ്റുമ്പോൾ പലപ്പോഴും ഞാനും നിങ്ങളും മറന്നു പോകാറുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. നിരാശയുടെയും നെടുവീർപ്പിന്റെയും രോഗത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ഒക്കെ നടുവിൽ ദൈവത്തിൽ ഉറച്ച തീരുമാനമെടുത്തതൊക്കെ പലപ്പോഴും ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുമ്പോൾ ആ ഉടമ്പടിയും തീരുമാനമൊക്കെ മറന്നു പോകുന്നെന്നാ ഞാൻ ഈ പറഞ്ഞേ. സ്തോത്രം. യാക്കോബ് ഇപ്പോൾ വീട് പണിതു. അത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരന്റെ ഏറ്റവും വലിയ ബേർഡൻ, ഭാരം, കന്നുകാലികൾ എങ്ങനെ മഞ്ഞു കൊള്ളാതെ കിടത്താന്നുള്ളത്. അപ്പൊ അതിന്റെ നിങ്ങൾ വിചാരിക്കുക, പക്ഷെ ഷാജിപ്പാസൊക്കെ ഈ കന്നുകാലി എല്ലാം മഞ്ഞു കൊള്ളുന്നതാണോ ഇഷ്ടമെന്നോ? ആ അർത്ഥത്തിലും അല്ല ഞാൻ പറഞ്ഞത്. കന്നുകാലി എന്നല്ല, ആരും മഞ്ഞു കൊള്ളരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. സ്തോത്രം. പലതിനും അങ്ങനെ മഞ്ഞു കൊള്ളാതിരിക്കുക നല്ലത്. പോട്ടെ, റൂട്ട് മാറും എന്നുള്ളത് കൊണ്ട് ഞാൻ അത് വിടുന്നു. ഏതായാലും കൊള്ളാം. അതും കഴിഞ്ഞാണ് അദ്ദേഹം യാഗപീഠം പണിതത്. നോക്കണേ, ബഥേലിൽ വന്ന് പാർത്തുകൊള്ളാമെന്ന് തീരുമാനമെടുത്തവൻ ആ ഉടമ്പടി ലംഘിച്ചതിന്റെ അനന്തരഫലം എന്നവണ്ണം 12 മക്കളുള്ള യാക്കോബ് 13 പേരുണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചു. ദീന എന്ന പെൺകുട്ടി. ആ പെൺകൊച്ച കൂട്ടുകാരുമായിട്ട് സ്കൂളിലെ കലോത്സവത്തിന് ഡാൻസ് പഠിക്കാൻ പോയതാ.
ഡാൻസ് പഠിക്കാൻ പോയപ്പം കലിങ്കയിൽ ഒരുത്തിന് ഇരിപ്പുണ്ടായിരുന്നു, ഷേഖ്. അവൻ ചെറിയൊരു മെസ്സേജ് ഇട്ട് ഇവള് റിപ്ലൈ കൊടുത്തു, സംഗതി ഒത്തു. ഇപ്പൊ അങ്ങനെ പറഞ്ഞാലും ഒക്കുള്ളൂ, അതുമില്ല. സ്തോത്രം. കണ്ടോ? അപമാനം വരുത്തി, അവലക്ഷണമാക്കി, അയോഗ്യമായത് ചെയ്തു. കണ്ടോ? പെങ്കൊച്ച് നാടൻ ഭാഷ പറഞ്ഞാൽ പിഴച്ചുപോയി. പെങ്കൊച്ച് പിഴച്ചു. അന്യജാതിക്കാരുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു, ആ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു. അവിടുത്തെ പുരുഷപ്രജയൊക്കെ പരിച്ഛേദനയേറ്റ് വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിന്റെ മക്കളായ ശിമിയോനും ലേവിയും തങ്ങളുടെ വാളുകളും എടുത്തുകൊണ്ട് ഇറങ്ങിച്ചാടി ദേശത്തുള്ള മുഴുവൻ ആണുങ്ങളെയും കൊന്നൊടുക്കി. പിള്ളേര് 2 കൊലപാതകികളായി മാറി. സ്തോത്രം. അപ്പൻ 2 കൈയും തലയിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ എന്നെ ദേശത്ത് നാറ്റിക്കുമാറാക്കി. കുടുംബത്തിന് ഇതിൽ ഒരു നാറ്റം ഉണ്ടാകാനില്ല. 34-ാം അധ്യായം അവസാനിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ദൈവം കരുണ കാണിച്ചു. 35-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വന്ന് വീണ്ടും യാക്കോബോട് പറയുകയാണ്, യാക്കോബേ, ഇനിയെങ്കിലും റൈസ് അപ്പ് ആൻഡ് ഗോ ടു ബെഥേൽ. ഇനിയെങ്കിലും എഴുന്നേറ്റ് ബെഥേലിലേക്ക് പോകാന്നൊക്കെ മലയാളത്തിലുള്ളൂ. ഇംഗ്ലീഷിൽ വായിച്ചാൽ റൈസ് ആൻഡ് ഗോ, എഴുന്നേറ്റ് പോ. എങ്ങോട്ട്? ബെഥേലിലേക്ക് ഇനിയെങ്കിലും നീ പോ. ആ തീരുമാനം കുടുംബം ഒന്നടങ്കം കൈക്കൊള്ളുകയും പോകുന്നതിന്റെ തെളിവെന്ന വണ്ണം, തീരുമാനത്തിന്റെ ഉറപ്പെന്ന വണ്ണം എന്തോ ചെയ്തെന്നറിയാമോ? അവരുടെ കാതിലെ കുണുക്കും എല്ലാ സാധനവും അവരഴിച്ച് മുഴുവനും യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു. സ്തോത്രം. അവരുടെ ആഭരണങ്ങളെല്ലാം അവരഴിച്ച് യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു. കാരണം അതെല്ലാം അന്യ ദൈവങ്ങളായിരുന്നു. മറക്കരുത്, അന്യ ദൈവങ്ങളായിരുന്നു. അവയുടെ രൂപങ്ങളും ഭാവങ്ങളും ലക്ഷണങ്ങളും ഒക്കെ കൊത്തിയുണ്ടാക്കുന്ന ഈ ആഭരണങ്ങൾ അവരുടെ കയ്യിൽ, യാക്കോബിന്റെ കയ്യിൽ കൊടുത്ത് യാക്കോബ് അത് കരുവേലകത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി അതിനോട് ടാറ്റ പറഞ്ഞാണ് യാക്കോബ് മുന്നോട്ട് നീങ്ങിയത്. അങ്ങനെ ഇപ്പോൾ യാക്കോബ് ബെഥേലിലേക്ക് പോകുവാനുള്ള തീരുമാനമെടുത്ത ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അവരാ വരുന്ന വരവിൽ ആ 35-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിലാണ് നമ്മുടെ പഠനം നിൽക്കുന്നത്. ഒരു വാക്യം എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണം. 6ഉം 7ഉം വാക്യം. 35-ന്റെ 6ഉം 7ഉം. യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബെഥേലിൽ എത്തി. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. തന്റെ സഹോദരന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകുമ്പോൾ അവന് അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് എൽ ബെഥേൽ എന്ന് പേർ വിളിച്ചു. കണ്ടോ? യാക്കോബ് മടങ്ങി കനാനിലെ ലൂസ് എന്ന ബെഥേലിലെത്തി. തനിക്ക് ദൈവം അവിടെ വെച്ച് പ്രത്യക്ഷനായതുകൊണ്ട് ആ സ്ഥലത്തിന് ഏൽ ബെഥേൽ എന്ന് പേർ വിളിച്ചു. ഞാൻ 8-ാം വാക്യം വായിക്കേണ്ട, റിബേക്കയുടെ ദാസിയുടെ മരണമാണ്. 9-ാം വാക്യം വീണ്ടും വായിച്ചേ. യാക്കോബ് പദ്ദൻ അരാമിൽ നിന്നും വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി. അവനെ അനുഗ്രഹിച്ച ദൈവം അവനോട് നിന്റെ പേര് അനുഗ്രഹിച്ചു. ദൈവം അവനോട് നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നു തന്നെ പേരാകണം എന്ന് കൽപ്പിച്ച് അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു.
കണ്ടോ? 28-ാം അധ്യായത്തിൽ വാഗ്ദത്വമൊക്കെ കിട്ടിയെങ്കിലും 32-ാം അധ്യായത്തിൽ വെച്ചാണ് ദൂതൻ ആ കാര്യം പറയുന്നതെങ്കിലും ഇസ്രായേൽ ആകുന്ന 35-ാം അധ്യായത്തിലാണ്. സ്തോത്രം. ഇവിടെ നമ്മള് വിശ്വാസത്താൽ വാഗ്ദത്തെ ഏറ്റെടുത്താൽ ഒന്നും കാര്യം നടക്കുകയല്ല. വാഗ്ദത്തം നീ വിശ്വാസത്താൽ ഏറ്റെടുത്താൽ മതി. യാക്കോബ്, നീ ഇനി മുതൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ, വിശ്വാസത്താൽ നീ ഇസ്രായേൽ അങ്ങ് ഏറ്റെടുത്താട്ടെ എന്ന് പറഞ്ഞാൽ നീ ഇസ്രായേൽ ആകുകയല്ലെന്നാ ഞാൻ ഈ പറഞ്ഞ. വിശ്വാസത്താൽ ഏറ്റെടുത്തിരുന്ന ഇന്നത്തെ ആൾക്കാരുടെ ചുമ്മാതെ തരികിട പറഞ്ഞാൽ ഒക്കും, പക്ഷെ പ്രമാണം അനുസരിച്ചാലേ നീ ഇസ്രായേൽ ആകൂ. അതിനു മുമ്പ് സൂക്കോത്തി കിടന്നു ഡ്രാമ കളിച്ചാലൊന്നും നീ ഇസ്രായേൽ ആകാൻ പോകുന്നില്ല. മനസ്സിലാകുന്നു? ദൂതനോട് മല്ല് പിടിച്ചതിനേക്കാൾ വലിയ മല്ലുപിടുത്തം പിടിക്കേണ്ടി വന്നു. ഇപ്പൊ 34-ാം അധ്യായത്തിൽ സൂക്കോത്തി വെച്ച് കണ്ടോ? 13 പിള്ളേരുള്ളതിൽ പെങ്കൊച്ചിന്റെ കാര്യം മിണ്ടാൻ പോലും ഒക്കുന്നില്ല. പിള്ളേർ 2 കൊലപാതകളായിട്ട് മാറി. ദേശത്തുള്ളവരെ പിന്തുടർന്നുള്ള പേടി കൊണ്ട് യാക്കോബ് പറഞ്ഞു, ഇമ്മാരെല്ലാവർ കൂടി എന്റെ കുടുംബം തൊലച്ചല്ലോ, നശിപ്പിച്ചു, നാറ്റക്കേസാക്കി എന്നാ പറഞ്ഞു. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തെ കണ്ടിറങ്ങിയവൻ കുഴഞ്ഞാൽ ലോകമനുഷ്യൻ കുഴയുന്നതിനേക്കാൾ വലിയ കുഴച്ചില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പറയണം ഒന്നും ഇല്ലല്ലോ, പിന്നെ നമുക്ക് മാത്രം. നിനക്കേ ഉണ്ടാവുള്ളൂ. നീ ആ ദൈവശബ്ദം കേട്ടത്, നിന്നോടല്ലേ ദൈവം ഇടപെട്ടത്, നിനക്കല്ലേ ദൈവം പ്രത്യക്ഷനായത്, നിന്നോടല്ലേ ദൈവം ആലോചന പറഞ്ഞത്. ലോകമനുഷ്യനെ അവൻ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ ദൈവശബ്ദം കേട്ടവൻ, ദൈവാലോചന കേട്ടവൻ, ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിന്നവൻ കുഴഞ്ഞാൽ ആ കുഴച്ചിൽ ഒരു 1.5 കുഴച്ചിലായിരിക്കും. നമ്മളിതൊന്നും പറയല്ലോ. ആത്മീയനാണോ നിന്നെ തമ്പുരാൻ ഈ നാളുകളിൽ വിടുവിച്ച നീ ആയിരിക്കുന്ന കുരുക്കിനകത്തു നിന്ന് അങ്ങനൊന്നും ഒരു കുരുക്കിന് തമ്പുരാൻ കൊണ്ടുവരികയല്ല. നീ തന്നെ ഉണ്ടാക്കിയ കുരുക്ക. മര്യാദയ്ക്ക് ബദലി വന്നാലേ ഈ കുരുക്ക് അഴിയുള്ളൂ. അല്ലെ സുക്കോത്തി കിടന്നുകൊണ്ട് ഈ 21 days ഫാസ്റ്റിംഗ് വെച്ചാലൊന്നും ഈ കുരുക്ക് അഴിയല്ല. നമ്മൾ പറഞ്ഞു നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ അവസ്ഥ ആരുമായിക്കൊള്ളട്ടെ, കയറി വന്നാട്ടെ, ഇന്ന് രാത്രി നിന്റെ വിടുതല. വെയ് രാജാവേ, ഇതെന്നാ കിലുക്കിക്കൂത്താണോ? നീ ആരാണ് കുഴപ്പമില്ല, കയറി വാ വെയ് രാജാവേ എന്ന് പറയാൻ. നീ ദൈവത്തെ കുറിച്ച് ഈ എന്താ പറയാ ആവശ്യമില്ലാത്ത ഡയലോഗൊന്നും പടച്ചു വിടരുത്. അങ്ങനൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രമാണത്തിൽ നിൽക്കാത്തവനുമായിട്ട് തമ്പുരാന് യാതൊരു ഡീലിങ്സും ഇല്ല. സ്തോത്രം. ഉടമ്പടി ചെയ്തവന് ആ വ്യവസ്ഥ പാലിക്കണം. സ്തോത്രം. യാക്കോബിനെ ഇങ്ങനെ അയച്ചു വിട്ടപ്പോഴേ, ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്. ഇവിടെ സഹോദരന്മാരൊക്കെ ചിലപ്പോൾ മീൻ പിടിക്കും. ഈ മീൻ കൊത്തുമ്പോൾ ഞാൻ മീൻ പിടിക്കാൻ പോയിട്ട് ഇന്നുവരെ കിട്ടിയിട്ടില്ല. കാരണം അതെനിക്ക് പറ്റിയ പണിയല്ല, എനിക്കറിയാം. അതുകൊണ്ടാണ്. ഈ മീൻ കൊത്തുമ്പോഴുണ്ടല്ലോ ഇവർ ഈ ചരടങ്ങ് അഴിച്ചു വിടും, നന്നായിട്ടങ്ങ് അയച്ചു വിടും. കൊണ്ടുവന്നോത്രവും കൊണ്ടുപോട്ടെ വിചാരിക്കും. എന്തുമാത്രം ഇത് അയച്ചു വിടുന്നോ അത്രത്തോളം ഈ ചൂണ്ട അകത്ത് കുരുങ്ങാണെന്ന് ഓർക്കണം. മനസ്സിലായില്ല? ഉടമ്പടി ചെയ്തവൻ ചൂണ്ടം വിഴുങ്ങി പോയാൽ നമ്മൾ വിചാരിക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ്. അവിടുന്ന് ഇവിടെ വരെ വന്നിട്ടും കുഴപ്പമൊന്നും ഇവരെ ഉണ്ടായില്ലല്ലോ. എടാ, എത്രത്തോളം തമ്പുരാൻ ഇതിന്റെ ചരട് അയച്ചു വിട്ടിട്ടുണ്ടോ അത്രത്തോളം നിന്റെ അകത്ത് കുരുങ്ങും. ലാസ്റ്റ് ഒരു വലിക്കും. സുക്കോത്ത് നിന്നെ ബദലി കൊണ്ടുവന്നിട്ട് ആ ചൂണ്ട പിന്നെ ഊരാനും. മനസ്സിലാകുന്നോ ഞാൻ പറഞ്ഞത്? സ്തോത്രം. എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോ ഈ ക്ലാസ് എടുക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഭാഷയും അതിനൊരു സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ട്. ആ ഭാഷയുടെ സ്റ്റാൻഡേർഡ് ശൈലിയൊക്കെ വിട്ടാണ് ചിലപ്പോൾ സംസാരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം. ചില കാര്യങ്ങൾ നമ്മൾ ഈ അടുക്കള ഭാഷ ഉപയോഗിച്ചാൽ ഒക്കത്തില്ല. അവിടെ നമ്മൾ സാഹിത്യം പറഞ്ഞ് ഒക്കുകയല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പിണങ്ങരുത്. ഈ പുള്ളി കാര്യം ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ എന്നൊന്നും പറയരുത്. കാരണം സ്റ്റാൻഡേർഡിൽ പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ആ സ്റ്റാൻഡേർഡ് നോക്കിയാൽ ഒക്കത്തില്ല. കാരണം സ്റ്റാൻഡേർഡ് അല്ല വിഷയം, നമുക്ക് നിത്യതയാ വിഷയം. അതുകൊണ്ടാണ്. സ്തോത്രം. കണ്ടോ,
കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന് ഉടമ്പടി എടുത്തവൻ, തീരുമാനമെടുത്തവൻ മടങ്ങി വരുന്നതിന് വരുന്ന ബുദ്ധിമുട്ട് നോക്കണേ. ഇപ്പൊ നോക്കിക്കേ, 9-ാം വാക്യത്തിൽ വന്നപ്പോൾ വീണ്ടും ദൈവം അവന് പ്രത്യക്ഷനാവുക. ഈ മടങ്ങി വരുന്നവനോട് ദൈവം കാണിക്കുന്ന മനസ്സലിവത്ര ഭയങ്കര നോക്കി. പഴയ കാര്യം ഓർപ്പിച്ചിട്ട് വീണ്ടും തമ്പുരാന്റെ പ്രത്യക്ഷത കൂടെ കൂടെ ഉണ്ടാകാൻ തുടങ്ങി യാക്കോബിന്. ഇപ്പോ മുമ്പ് വെട്ടമില്ല വെളിച്ചമില്ലാതെ സൂര്യൻ അസ്തമിച്ചു പോയ കക്ഷിയാ. കണ്ടോ? കനാലിലെ ലൂസ് എന്ന ബഥേലിലേക്ക് എത്തിയപ്പോൾ 9-ാം വാക്യം പറയാ, യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും, കണ്ടോ, പരിശുദ്ധാത്മാവ് ചുമ്മാ ഒന്നുമല്ല പിന്നെ എന്നുള്ള പദം ചേർത്തത്. ആ ഇൻസിഡന്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആ 35-ാം അധ്യായം തന്നെ വീണ്ടും വായിച്ചു നോക്കൂ. ദൈവപ്രസംഗം വീണ്ടും വീണ്ടും കാണാം. അപ്പൊ ദൈവം അവന് പ്രത്യക്ഷനായിട്ട് അവനെ അനുഗ്രഹിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞ? ദൈവം അവനോട്, നിന്റെ പേര് ഇപ്പോഴും യാക്കോബ് എന്നല്ലോ. ഇപ്പോഴും നിന്റെ പേര്. അപ്പൊ മല്ലി പിടിച്ചപ്പോഴും യാബോക്ക് കടന്നപ്പോഴും ചേട്ടനെ കണ്ടപ്പോഴും സുക്കോത്തിൽ വന്ന് വീട് പണിത് പുള്ളിക്കാരൻ വീടിന്റെ പ്രതിഷ്ഠയൊക്കെ നടത്തുമ്പോഴും എല്ലാം പേര് യാക്കോബൻ തന്നെയായിരുന്നു. ജേക്കബ് വില്ല എന്നായിരുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ ജേക്കബ് ഒരു വില്ലനാണ്. അത് നമുക്ക് വായിക്കുമ്പോൾ അറിയാമല്ലോ, കക്ഷി വില്ലനാണ്. പിന്നെ പ്രത്യേകിച്ച് ബോർഡ് വെച്ചില്ലെങ്കിലും നമുക്കറിയാൻ പറ്റും ആള് വില്ലനാണ്. കണ്ടോ? യാക്കോബ് വീടുമൊക്കെ പണിത്, അന്നേരം പേരൊന്നും മാറിയിട്ടില്ല. കണ്ടോ? കുഴഞ്ഞത് എവിടാണോ അവിടം ക്രമീകരിച്ച് ബഥേലി വരുമ്പോൾ മാത്രമേ തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തം തമ്പുരാൻ നിവർത്തിക്കൂ. നിന്റെ പേര് യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല, ഹിയർ ആഫ്റ്റർ, ഇനി മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, പിന്നെന്താണ്? ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം. കണ്ടോ? ആ എഴുത്തൊക്കെ എത്ര ഭംഗിയും മനോഹരവും ആലോചിച്ച് നോക്കി. അങ്ങനെ എഴുതിയിരിക്കുന്നേ, നിന്റെ പേര് യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ച് അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു. അതാണ് ഇസ്രായേൽ. അർത്ഥമൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. 11-ാമത്തെ വാക്യം ശ്രദ്ധിക്കണേ. ദൈവം പിന്നെയും അവനോട്, നോക്കിക്കേ, 9-ാം വാക്യത്തിൽ ദൈവം പിന്നെയും അവന് പ്രത്യക്ഷനായി. 11-ാം വാക്യത്തിൽ ദൈവം പിന്നെയും അവനോട്. നമ്മൾ ഈ കുർള എക്സ്പ്രസ് പോകുന്ന പോലെ നമ്മൾ വേദപുസ്തകം വായിച്ചു വിടരുത്. ചില പുസ്തകം വായിച്ചാൽ ഒരു ഹോൺ അടിച്ച് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അങ്ങ് നാഗാലാൻഡിൽ ചെന്ന് നിൽക്കും. ആ രീതിയില്ല ചില പുസ്തകം വായിക്കുന്നത്. അങ്ങനെ വായിക്കരുത്. ഒന്ന് അതിന്റെ കുത്തും കോമായൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് എൻജോയ് ചെയ്ത് വായിക്കുമ്പോഴേ സുഖം കിട്ടുള്ളൂ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ദൈവം പിന്നെയും അവനോട് എന്താ പറഞ്ഞത്? ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക, ഒരു ജാതിയും ജാതിയുടെ കൂട്ടവും നിന്നെ ഉത്ഭവിക്കും, രാജാക്കന്മാർ നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. 11-ാം വാക്യം ഞാൻ വായിച്ചേ. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ ഇത് കേൾക്കുന്നത്? യാക്കോബിനോടാണോ ദൈവം ആദ്യമായിട്ട് പറയുന്നത്? അല്ല, യാക്കോബിനോടല്ലെന്നേ. ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് യാക്കോബിന്റെ വല്യപ്പച്ചനോടാ പറഞ്ഞത്. അബ്രഹാമിനോട്, അബ്രഹാമേ, 99-ാമത്തെ വയസ്സിൽ തമ്പുരാൻ ഇറങ്ങി വന്ന് അബ്രഹാമിനോട് പറയാം, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അനി യേൽ ഷദ് ആയ്. കണ്ടോ? അബ്രഹാം അനി യേൽ ഷദ് ആയ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. തമ്പുരാൻ പറയുക. കണ്ടോ? വല്യപ്പനോട് പറഞ്ഞ അതേ ശൈലി ഇപ്പൊ കൊച്ചുമോനോടും പറയാ,
ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. തീർന്നില്ല. പിന്നെയോ, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകണം. ഇതെല്ലാം ആരോട് പറഞ്ഞതാ? അബ്രഹാമിനോട് പറഞ്ഞ അതേ വാചക കൊച്ചുമക്കൾക്കും വരുന്നത്. എപ്പോഴത് വീണ്ടും കേൾക്കാമെന്നറിയാമോ? ബദലി വന്നപ്പോ. സുക്കോത്തി പുതിയ സഭ ആരംഭിച്ച കാര്യം നടക്കുകയല്ല. ബദലി വന്നെങ്കിലേ കാര്യവും. സ്തോത്രം. കണ്ടോ? എന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. ആ 12ാമത്തെ വാക്യം ചേർത്ത് വായിക്കണം. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും, നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തമ്പുരാന്റെ വാഗ്ദത്തത്തിന്റെ എന്താ പറയാ, ആ രീതിയും ശൈലിയും ഒക്കെ നോക്കിക്കേ. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നുന്നില്ലല്ലേ? എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്ക് കൂടെ കിട്ടിയേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്റെ സന്തോഷം. മനസ്സിലായില്ല? കേട്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ? ഗലാത്യ ലേഖനം 3:14 വായിച്ചേ. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 14. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാമത് വാക്യം. നിങ്ങൾ ആ വാക്യം കേട്ടിട്ടില്ലാത്ത പോലെ തോന്നുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ഷാജിക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസ പ്രാപിപ്പാൻ തന്നെ. എന്റെ പുസ്തകത്തിൽ അങ്ങനെ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ഷാജിക്ക് വരേണ്ടതിന്. നിങ്ങളുടെ പുസ്തകത്തിൽ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. കണ്ടോ? നിങ്ങൾ തിരുത്തവും ചെയ്യരുത് കേട്ടോ. ഞാൻ അങ്ങനെ അങ്ങ് വായിച്ചത്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. ആ ജാതികൾ എന്നുള്ളത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ പേര് ചേർത്തോണം. ഒരു ചൈതന്യമില്ല ആർക്കും. അതൊന്നും കേട്ട് ഒരു സന്തോഷം ആർക്കും തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്ന. നമുക്ക് ആ ദൂതനുമായിട്ട് മല്ലി പിടിക്കുന്ന കാര്യമൊക്കെ പറയാം. നിങ്ങൾക്ക് അതാ ഇഷ്ടം, എനിക്ക് മനസ്സിലായി. എന്നാൽ കാരണം നമുക്ക് എന്നും യാക്കോബിനകത്ത് നിൽക്കുന്ന ഇഷ്ടം ഇസ്രായേലിലോട്ട് വരുന്ന നമുക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം യാക്കോബായിട്ട് നിന്നെങ്കിൽ മാത്രമേ നാളുകളായി നിന്നോട് ഈ മുന്നോട്ട് വിടാതെ വേണം മല്ലി പിടിക്കുന്ന ചില ശക്തി എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ യാക്കോബായിട്ട് നിന്നാലേ ഒക്കുള്ളൂ. നമുക്കതേ അറിയത്തുള്ളൂ. ഞാൻ ഇസ്രായേലായ കാര്യം പറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. പോട്ടെ, ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുന്നു. നിങ്ങളെ ഇനി അടുത്തത് എന്താ പറയാ, ഈ ബെന്യാമിനെ തന്റെ അമ്മ പ്രസവിക്കുന്നതും അതിവേദനയോടെ ബെനോനി എന്ന് പേരിട്ടു. അമ്മ ബെനോനി നിട്ടു, അപ്പൻ ബെന്യാമിനെ നിട്ടു. അതൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. ഞാനതൊന്നും തൊടുന്നില്ലേ. നമുക്കിനി ഒറ്റ കാര്യം ഇതിനകത്തൊരു ഗുണദോഷം എന്നവണ്ണം നമ്മൾ കാണാതെ പോയാൽ ശരിയാകത്തില്ല എന്നുള്ളത് കൊണ്ട് ഒരു വാക്ക് വായിച്ച ഈ 23 പോലെ വായിക്കുമ്പോൾ യാക്കോബിന്റെ പുത്രന്മാരുടെ ലിസ്റ്റ് കൊടുക്കുക. നമുക്കത് വായിക്കണമെന്നില്ല, പക്ഷേ 27 മുതൽ വായിച്ചാൽ നന്നായിരിക്കും. 27, 28, 29 വാക്യങ്ങൾ. പിന്നെ യാക്കോബ് എന്ന മമ്രയിൽ തന്റെ അപ്പനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ വന്നു. അബ്രഹാമും ഇസ്ഹാക്കും പാർത്തിരുന്ന ഹെബ്രോൻ ഇത് തന്നെ. അപ്പൊ 2-3 പേര് കിര്യത്തർബ എന്ന മമ്രയിൽ എത്തി. അബ്രഹാമും ഇസ്ഹാക്കും പാർത്തുന്ന ഹെബ്രോൻ ഇത് തന്നെ. കിര്യത്തർബ, മമ്രെ, ഹെബ്രോൻ എല്ലാം എവിടാണ് ഇപ്പൊ പിടി കിട്ടിയല്ലോ. സ്തോത്രം. അടുത്ത വാക്ക്. ഇസ്ഹാക്കിന്റെ ആയുസ് 180 സംവത്സരമായിരുന്നു. ഇസ്ഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ടു മരിച്ചു. തന്റെ ജനത്തോട് ചേർന്നു. അവന്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു. കണ്ടോ? Praise the Lord. നോക്കണേ, ഇസ്ഹാക്ക് വയോധികനും
കാലസമ്പൂർണനുമായി മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. അവന്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു. ആരെ? ഇസഹാക്കിനെ. ഞാൻ കഴിഞ്ഞ ദിവസവും ഈ ഭാഗം ഓർപ്പിച്ചിരുന്നു, പിന്നാലെ പറയാമെന്ന്. യാക്കോബും ഏശാവും തമ്മിൽ വൈരികളായിരുന്നുവെങ്കിലും യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ വൈരമെല്ലാം മറന്ന്, പ്രത്യേകിച്ചും അപ്പന്റെ മരണം വന്നപ്പോ കണ്ടോ, മൂത്ത ജ്യേഷ്ഠനായ ഏശാവിനെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് രണ്ടുപേരും കൂടെ ചേർന്നാണ് അപ്പനെ അടക്കം ചെയ്തത്. സ്തോത്രം. ഞാനൊരു കാര്യം പറയാനായിട്ടാണ്, ഈ ബദലി വന്നെങ്കിലും വൈരം വിട്ടുകളയാത്ത എത്രയോ പേരുണ്ട്. അയ്യോ, ബദലി കടന്നുള്ള ആരാധന കണ്ടാൽ എൻ്റെ പൊന്നോ, സ്തോത്രം, മുഴുവൻ ആൾക്കാരും തുള്ളി തുള്ളി തീർന്നാലും ശരി, ഇവിടെ തുള്ളൽ പകുതി പോലും ആയിട്ടില്ല. കാരണം അസമന് തുള്ളലും ചാട്ടമാണ്. 4 കസേര ഓടിച്ചു, കയറി ചവിട്ടിയില്ല, അതുപോലത്തെ തുള്ളല. ഞാൻ പറഞ്ഞ 4 അല്ല 40 കസേര ഓടിച്ചോ, പുതിയത് മേടിച്ചിട്ടോളാം, ഒരു കുഴപ്പമില്ല. ഈ ബദലിൽ കടന്ന് തുള്ളുന്ന നീ സ്വന്തം സഹോദരങ്ങളോടുള്ള ഈ പിണക്കവും വൈരാഗ്യം ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. സ്തോത്രം. കണ്ടോ, രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനല്ലേ, മനുഷ്യ സഹജമായ എന്താ പറയാ, വൈരാഗ്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. പക്ഷേ അപ്പൻ ക്ഷീണിതനായി മരണാസനായി ഒടുവിൽ പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നപ്പോ സഹോദരങ്ങൾ തമ്മിലുള്ള മുഴുവൻ വൈരാഗ്യവും മറന്നിട്ട് അപ്പനെ രണ്ടുപേരും കൂടെ ചേർന്നാണ് അടക്കം ചെയ്തത്. നമ്മൾ ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞ, ഞാൻ ചത്താലും അവനോട് മിണ്ടത്തില്ല, ഞാൻ മരിച്ചാലും എൻ്റെ ഉള്ളിൽ നിന്ന് പോകത്തില്ല. വെറും ഗുണം ആത്മാവിലാട്ടോ ഇതൊക്കെ പറഞ്ഞ, അങ്ങനെ ഗുണമുണ്ടോ? ഇതൊക്കെ പറയുമ്പോഴും ആത്മനിറവില്ല പറയുന്നത്. മരിച്ചാലും ഞാൻ മിണ്ടത്തില്ല, ചത്താലും ഞാൻ കാണത്തില്ല. കണ്ടോ, സ്തോത്രം. എനിക്ക് വാസ്തവത്തിൽ അടുത്ത അധ്യായത്തോട്ടൊക്കെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അങ്ങനെ ഉൽപ്പത്തി പുസ്തകം അല്ലല്ലോ നമ്മളെ പഠന വിഷയം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. ഞാനൊരു കാര്യം തീർത്തു പറയാം പ്രിയരെ, ദയവായി 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 നിങ്ങളുടെ ഉള്ളിൽ പിശാചിന് ഇടം കൊടുക്കാൻ കാരണമാകത്തക്ക നിലയിൽ ദയവായി മറ്റുള്ളവരോട് ഇപ്പോഴും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുത്. ഞാനൊരു കാര്യം തീർത്ത് നിങ്ങളോട് പറയാം. നിങ്ങളൊന്ന് സ്വയശോധന ചെയ്തിട്ട് ആരോടെങ്കിലും ഇപ്പോഴും ഞാൻ മനസ്സിൽ ഈ എന്താ പറയാ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നതോ ഇപ്പോഴും വിട്ടുകളയാൻ പറ്റാതെ വണ്ണം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ ദയവായി അതെല്ലാം എടുത്ത് കളയണം. യെസ്, ഒരു കാരണവശാലും ദയവായിട്ടത് മനസ്സിൽ കൊണ്ടു നടക്കരുത്. അതെല്ലാം വിട്ടുകളാം. ആ ഗ്യാപ്പിലൂടെ നിങ്ങളുടെ ദൈവകൃപ ചോർന്ന് പോവുകയല്ലാതെ യാതൊരു നേട്ടവും അതുകൊണ്ട് നമുക്കുണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമ്മിലുള്ള ദൈവകൃപ ചോർന്ന് പോകുന്നുള്ള ലൂപ്പ് ഹോൾസ് ആയി ദയവായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ പിശാചിന് വിട്ടുകൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവിടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മിലുള്ള ദൈവകൃപ ചോർന്നു പോകാൻ മാത്രമേ അത് കാരണമാവുകയുള്ളൂ. ആയതിനാൽ അങ്ങനെയുള്ളൊരു അവസരം നമ്മിൽ ഉണ്ടാകാതിരിപ്പാൻ ഞാൻ നിമിത്തം, അല്ലെ എന്നിൽ ഞാൻ വിട്ടുകളയാൻ കഴിയാതെ വണ്ണം ഇപ്പോഴും ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ചെറിയ കാര്യം നിമിത്തം എന്നുള്ള ദൈവകൃപ ചോർന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം വരുത്താൻ ഈ രാത്രി നിങ്ങൾ ദൈവകൃപയെ ശരണപ്പെട്ട് തയ്യാറാകണം. സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ
ഒരു കാര്യം എടുത്തു പറഞ്ഞു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. എനിക്ക് ആ ക്ലോസ് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിച്ചാൽ മതിയെന്ന്. അത്രേ ഉള്ളൂ. നമ്മളും കൊണ്ട് നടക്കുകയാണെങ്കിൽ അപ്പുറത്തോ തന്നെയായിരിക്കും. നിങ്ങൾ ആ ഭാഗം സമയം കിട്ടും 35 അധ്യായം ഒന്ന് മനസ്സിരുത്തി, ഞാൻ മുൻപേ പറഞ്ഞ പോലെ സാവധാനത്തിൽ ഓരോ വാക്യവും അടർത്തിയെടുത്ത് ഒന്ന് വായിച്ചു നോക്കണേ. വാസ്തുവിൽ എത്ര വൈരാഗ്യം കൊണ്ടാണ്. കാരണം സേലിലേക്ക് ചേട്ടൻ വിളിച്ചപ്പോ ചെല്ലാമെന്ന് പറഞ്ഞ അവിടെ കബളിപ്പിച്ചതല്ലേ യാക്കോബ്. പക്ഷെ ഏശാവ് അതൊന്നും, എനിക്ക് ഏശാവിനെ കുറിച്ച് ചിന്തിക്കുന്ന വലിയ സന്തോഷമാണ്. കിട്ടേണ്ട അനുഗ്രഹവും കിട്ടേണ്ട പ്രതിഫലവും കിട്ടേണ്ട അവകാശങ്ങളും എല്ലാം അനിയൻ തട്ടിയെടുത്തോണ്ട് പോയി. ശരിയല്ലേ? കഷ്ടപ്പെട്ട് വേട്ടയിറച്ചി കൊണ്ട് വന്നപ്പോഴത്തേക്കിനും ഷോർട്ട് കട്ട് കാണിച്ചവന് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയി. കൃത്യമായ കാര്യം ചെയ്തവനാണ് ഇപ്പൊ വഴിയിലായി. സ്വതന്ത്രം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരർത്ഥത്തിൽ പരാജയങ്ങൾക്ക് പുറകെ പരാജയങ്ങൾ മാത്രം വന്ന ഏശാവ്. പക്ഷേ യാക്കോബ് വരുന്നത് കണ്ടപ്പോൾ യാക്കോബ് പേടിച്ചാണ് നിന്നതെങ്കിലും ഏശാവ് നല്ല മനസ്സോടെയാണ് അനുജനെ സ്വീകരിക്കുവാൻ നിന്നത്, അല്ലേ? കൊടുത്ത ഗിഫ്റ്റ് പോലും വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് നിന്നെ കാണാൻ ഒത്തല്ലോ, ഇനി നമ്മൾ വേറൊരിഞ്ഞ് പോകരുത്, ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാണ് അനിയനെ നേരെ സെയിലേക്ക് ക്ഷണിച്ചത്. അച്ചാച്ചൻ പോക്കൂ, ആറിലെല്ലാം നടത്തിക്കൊണ്ട് വന്ന കൂട്ടമെല്ലാം ചത്തുപോകുമെന്നും പറഞ്ഞ് അച്ചാച്ചൻ മുമ്പിലോട്ട് പോക്കോ, ഞാൻ പുറകെ പതുക്കെ അങ്ങ് വന്നേക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയ സമയം കൊണ്ടാണ് പുള്ളി നേരെ സൂക്കൂത്തിലോട്ട് പോയത്. അവിടെയും ചേട്ടനെ കബളിപ്പിച്ചതേ ഉള്ളൂ, ചേട്ടന് ഗുണമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏശാവ് അത് മനസ്സിൽ വെച്ചില്ല. യാക്കോബും അതൊരു വൈരാഗ്യത്തിനിടം കൊടുക്കാതെ വണ്ണം രണ്ടുപേരും ഒത്തുകൂടി ഒരുമിച്ച് അപ്പന്റെ അടക്കം വന്നപ്പോൾ എല്ലാവരും രണ്ടുപേരോട് ഒരുമിച്ച് ചേർന്ന് അപ്പന്റെ അടക്കം വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു രംഗം. സ്തോത്രം. അതിന്റെ അർത്ഥം ആരെങ്കിലും ചാകാൻ നേരത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടിക്കോളാം എന്നുള്ള ദൂതല്ല. നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് വ്യാഖ്യാനിച്ച് കളയും. അപ്പൊ ഭാഷ ആരെങ്കിലും ചാകുന്ന സമയത്ത് ഞങ്ങളും കൂടി ചെന്ന് പെട്ടിയിൽ നിന്ന് പിടിച്ചാൽ പോരെ. ഞാൻ ആ കാര്യമല്ല പറഞ്ഞു. സ്തോത്രം. സഹോദരങ്ങൾ തമ്മിൽ യഥാസ്ഥാനപ്പെടുന്ന, ഒരുമിച്ച് കൂടുന്ന, വൈരാഗ്യങ്ങളും വിട്ടുവീഴ്ചകളും ഒക്കെ ചെയ്തിട്ട് വൈരാഗ്യം വിട്ടുകളഞ്ഞിട്ട് നല്ല മനസ്സോടെ ഒരുമിച്ച് സഹകരിക്കുന്ന രംഗമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ദൈവത്തിന് പ്രസാദമുള്ളത്. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. യാക്കോബ് ബേഥേലിൽ മടങ്ങി വന്ന് യഹോവയ്ക്ക് ഒരാലയം പണിതു, യാഗപീഠം പണിതു, ദൈവത്തിന് വഴിപാട് കഴിച്ചു, ദൈവത്തെ ആരാധിച്ചു. ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് ഞാൻ വിഷയം ഡൈവേർട്ട് ചെയ്യുന്ന പോലെ തോന്നും. യാക്കോബ് അവിടെ ദൈവത്തെ ആരാധിച്ചു എന്നുള്ളത് കൊണ്ട് ചില നാളുകൾക്ക് മുമ്പേ 1-2 പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചതാണ്. ഞാനിടയ്ക്ക് നമ്മുടെ പഠന വിഷയത്തിനകത്ത് ആരാധന എന്ന വിഷയം ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ വിശദമായിട്ടൊന്നും തന്നെ ഞാൻ പറഞ്ഞില്ല. യാക്കോബ് ഏതായാലും യാഗപീഠം ബേഥേലിൽ പണിത് ജീവനുള്ള ദൈവത്തിന് വഴിപാട് കഴിച്ച് ആരാധന നടത്തിയല്ലോ. അപ്പൊ എനിക്ക് തോന്നി ആ പോയിന്റ് തന്നെ നിന്നുകൊണ്ട് ആ വിഷയം ഒന്ന് വിശദീകരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ ആഗ്രഹിക്കുക. തീർക്കാൻ പറ്റുകയില്ലായിരിക്കുമെങ്കിലും ഞാൻ കുറച്ച് കാര്യം പറയാം. ഞാൻ നിങ്ങൾക്ക് ജനറലായിട്ട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മുടെ ദൈവവചന പഠനത്തിൽ ഇത് പഠിക്കാൻ ശ്രമിക്കേണ്ട പ്രധാനമായ ഒരു രീതികൾ ഞാൻ പറയാം. വേദപുസ്തകത്തിന്റെ നമുക്കൊരു സംശയം ഉണ്ടായി. ഇതിനകത്തും ചിലരൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് പറയുന്നത്, തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം കിട്ടിയാൽ ആ ചോദ്യത്തെ ഒരു ഫ്രെയിമിനകത്തിടണം. ആ ഫ്രെയിമിന്റെ 4 ഭാഗവും ഞാൻ ഇപ്പോൾ പറയാം. നമ്പർ 1 ജെനസിസ്, നമ്പർ 2 എറ്റിമോളജി, നമ്പർ 3 മൊറാലിറ്റി, നമ്പർ 4 ഡെസ്റ്റിനി. ഈ 4ഉമാണ് ഇതിന്റെ ഫ്രെയിം. അതിന്റെ ജെനസിസ്, എറ്റിമോളജി, മൊറാലിറ്റി ആൻഡ് ഡെസ്റ്റിനി.
ഇങ്ങനെയാണ് വേദപുസ്തകത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത്. എന്റെ അധ്യാപകൻ, ഞാൻ ഇന്നും അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആണ്. എന്റെ അറിവിൽ മറ്റാർക്കും ലഭിക്കാത്ത ചില അവസരങ്ങൾ ദൈവമായിട്ട് ഒരുക്കി കൊടുത്ത ഒരു മനുഷ്യനാണ് ഇപ്പോഴും എന്നെ പഠിപ്പിക്കുന്ന എന്റെ അധ്യാപകൻ. അപ്പൊ അദ്ദേഹം UK-യിലാണ്. സൂമിലൂടെ മുടങ്ങാതെ ഞാൻ ക്ലാസ് ഇന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 മാസമായി കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം പൊരുൾ തിരിച്ചിട്ട് 3 മാസമായിട്ടും തീർന്നിട്ടില്ല. ഞാൻ കൊലോസ്യ ലേഖനം നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ അധ്യാപകൻ കാര്യം തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണ് കൊലോസ്യ ലേഖനം എന്താണെന്ന് സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തുടങ്ങി. അതിന്റെ കാരണം ഞാൻ ഓർപ്പിച്ചല്ലോ, മറ്റാർക്ക് കിട്ടാത്ത ചില ഭാഗ്യവും അവസരങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ദൈവം കൊടുത്തു. അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ പ്രൊഫസർ ആയിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം UK-യിലേക്ക് പോയി. നാട്ടിൽ വെച്ച് അദ്ദേഹം PhD എടുത്താണെങ്കിലും അവിടെ ചെന്ന് വീണ്ടും കേംബ്രിഡ്ജിൽ അദ്ദേഹം റിസർച്ച് ചെയ്ത്, ഇവിടെ വെച്ച ഇംഗ്ലീഷ് പ്രൊഫസറിന് അവിടെ ചെന്ന് വീണ്ടും ഒന്നും റിസർച്ച് ചെയ്ത് ഇംഗ്ലീഷിൽ ഒരു PhD എടുത്തു. അത് കഴിഞ്ഞ് അവിടെയുള്ള സാഹിബ് ബാർക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അതിനുശേഷമാണ് വീണ്ടും താൻ അപ്പോഴും ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ് പഠിപ്പിക്കാൻ പോകുമ്പോഴും തന്റെ ഒരു വേദോസം എപ്പോഴും ഉണ്ടായിരിക്കുകയാണ്. നല്ല യൗവന പ്രായത്തിലെ കർത്താവിനോട് പ്രയോജനപ്പെട്ട ഒരു ദൈവദാസൻ കൂടിയായിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് താൻ ദൈവവചന പഠനം കുറെ കൂടെ ഗൗരവമായി കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യഹൂദ റാബായുടെ കീഴിൽ ഒറിജിനൽ തനാഖ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയത്. അദ്ദേഹം ആ യഹൂദ റാബായുടെ ഒരിക്കൽ ദൈവവചനം പഠിക്കാൻ ചെന്നപ്പോൾ ആ റാബായി അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് അദ്ദേഹം മിക്കപ്പോഴും പറയാറുണ്ട്. എന്റെ അധ്യാപകനായ ദേവദാസനെ യഹൂദ റാബായി വിളിച്ചത് ജെന്റൈൽ ഡോഗ് എന്ന്. ജെന്റൈൽ ഡോഗ്. ഓ ജെന്റൈൽ ഡോഗ്, who you are to know about our holy scripture. ഞങ്ങളുടെ ഈ വിശുദ്ധ ദൈവത്തിനെ കുറിച്ച് അറിയാൻ നീ ആരാന്ന് ചോദിച്ചു. അദ്ദേഹം ഇനി പോന്നു. എന്നെ ഡോഗ് എന്ന് വിളിച്ചല്ലേ. തിരിച്ചു വന്നപ്പോ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, തന്നോട് ഇടപെട്ടു, നീ എന്താ തിരിച്ചു വന്നത്? Go and sit at his feet and learn. അവൻ നിന്നെ വിളിച്ചേക്കരുത്, അങ്ങനെ തന്നെയാ. നീ ചെന്ന് അവന്റെ കാൽക്കീഴത്തെ വേദോസം പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് 5-8 വർഷക്കാലം ആ യഹൂദ റാബായുടെ കീഴിലിരുന്ന് എബ്രായ ഭാഷ പഠിച്ച് എബ്രായ ഭാഷയിൽ തന്നെ ദൈവവചനം 66 പുസ്തകവും. ഞാൻ ഇതൊക്കെ പറയുമ്പം പലരും വഴക്കുണ്ടാക്കാറുണ്ട്. കാരണം 66 പുസ്തകം എബ്രായ ഭാഷയിലാണോ എന്നുള്ളത് ഇപ്പോഴും സംശയത്തില്ല. എനിക്ക് യാതൊരു സംശയം പണ്ടുമില്ല. സ്തോത്രം. പണ്ട് ഞാൻ ബൈബിൾ പഠിക്കുന്ന കാലത്തും പുതിയ നിയമത്തിൽ ഗ്രീക്കില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വാസമല്ലായിരുന്നു. യേശു ക്രിസ്തു ഗ്രീക്ക് ഭാഷ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഞാനും സാറും അട്ടാക്കാട്ടിലൊക്കെ അന്ന് ഉടക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പിടികിട്ടിയത്. എബ്രായ ഭാഷയിൽ വേദോസം 66 എഴുതി കഴിഞ്ഞ എത്രയോ നാളുകൾക്ക് ശേഷം ആ ഗ്രീക്കിലേക്കുള്ള പരിഭാഷ ഉണ്ടെന്ന് മാത്രം ഓർത്താൽ മതിയല്ലോ. സ്തോത്രം. പൽസിനാടിന്റെ 4 മൂലയും അതിനകത്തുനിന്ന് എങ്ങും പോകാത്ത വാഴ്ത്തപ്പെട്ട കർത്താവ് ഗ്രീക്കിലൊക്കെയാണ് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? നിങ്ങളാരും ഇത് കേട്ടിട്ട് ചെന്ന് ഇനി ആരുമായിട്ടും വഴക്കുണ്ടാക്കുകയും ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പിന്നീട് ആ പഠനാനന്തരം അവിടെ തന്നെ ഒരു ചർച്ചിന്റെ പാസ്റ്റർ ആകാൻ അദ്ദേഹത്തിന് അവസരം കൊടുത്തു. 10 വർഷക്കാലം 90% ആളുകളും യഹൂദന്മാരിൽ കൂടുന്ന ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ് അദ്ദേഹം. അതിനുശേഷം ദീർഘനാളുകൾ ഒരു ഇംഗ്ലീഷ് ചർച്ചിന്റെ പാസ്റ്ററായി. ഇപ്പോൾ അദ്ദേഹം ശാരീരമായി അല്പക്ഷീണം ക്ലേശമുള്ളതുകൊണ്ട് സഭയുടെ ശുശ്രൂഷയൊക്കെ വിട്ട് ചില ക്ലാസ്സുകൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്തു. ദീർഘവർഷങ്ങളായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അമ്പടാ എടാ അമ്മാച്ചൻ ആനപ്പുറത്ത് കയറിയതും കരുതി മരുമോൻ അതിന്റെ തഴമ്പ് കാണുമോ? ഇല്ല, എനിക്ക് ഒരു തഴമ്പും ഇല്ല. ഞാൻ പറഞ്ഞതിന്റെ ആശയം ഇത്രയുള്ളൂ. അതുകൊണ്ട് കുറെ കൂടെ അതിന്റെ റൂട്ടിലേക്ക് ചെന്ന കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സാഹചര്യവും സന്ദർഭവും എനിക്കുണ്ടായി എന്നുള്ളത് മാത്രം പറയാൻ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വേദപുസ്തക സംബന്ധമായ സംശയങ്ങളോ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മനുഷ്യനോടും ഒരു വാക്കുകൊണ്ട് പോലും തർക്കിക്കാൻ ഞാൻ പോകത്തില്ല.
അതങ്ങനെയാണോ ആയിക്കോട്ടെ, ഇങ്ങനെയാണോ ആയിക്കോട്ടെ. കാരണം അവരോട് ഇത് പറയാൻ നമുക്ക് പറഞ്ഞ അവരെ പഠിപ്പിക്കാൻ ഒക്കത്തില്ല. കാരണം കുറഞ്ഞ പക്ഷം ഈ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പം ടേബിൾ എങ്കിലും പഠിച്ചിട്ടുള്ള ആളോടല്ലേ നമുക്ക് ഒരു കണക്ക് കൂട്ടുന്നതും കുറയ്ക്കുന്ന കാര്യം പറഞ്ഞാൽ ഒക്കുള്ളൂ, അല്ലേ? ടേബിൾ അഥവാ ഈ പട്ടിക പഠിച്ച ആളിനോടല്ലേ 3, 2, 5 പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ അതുപോലെ അറിയാത്ത ആളിനോട് നമ്മൾ മാത്തമാറ്റിക്സിന്റെ A+B² പറഞ്ഞു തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഒരു മനുഷ്യനോട് ഏത് ഡോക്ടറും പറഞ്ഞാലും ഒരു തർക്കത്തിനും ഞാൻ പോകത്തില്ല. എന്ത് പറഞ്ഞാലും ഓക്കെ, അങ്ങനെ പോകുന്നൊരു രീതിയാണ് എൻ്റെത്. ഞാൻ പറഞ്ഞതിന്റെ കാരണം അത് അവര് മോശമോ ഞാൻ വലിയ ആളായതുകൊണ്ടോ ഒന്നുമല്ല. നാം ചിന്തിക്കുന്നതിനേക്കാൾ കണക്കൂട്ടിനേക്കാൾ ഒത്തിരി ആഴവും പരപ്പും വേദപുസ്തകത്തിനുണ്ടെന്ന് പറയാനായിട്ടാണ്. അപ്പൊ യാക്കോബ് ദൈവത്തെ ആരാധിച്ചു എന്ന് പറയുമ്പോൾ ദൈവം അനുവദിച്ചാൽ ഇന്ന് ഉള്ള 10-15 മിനിറ്റും അടുത്ത ആഴ്ചയിലും ഒക്കെ ഞാൻ ഈ ആരാധന എന്ന വിഷയം ഒന്ന് കൈകാര്യം ചെയ്യാൻ പോവുക. ഇത് കഴിയുമ്പോൾ നിങ്ങൾ സഭയിൽ പോയി ആരാധിക്കാതിരിക്കുകയോ ഷാജിപ്പാസ് പറഞ്ഞു കേട്ടിട്ടാന്ന് പറഞ്ഞ് ബലം പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഈ ആരാധന എന്ന പദം ഒരുപാട് എന്താ പറയുക വൈകല്യം ഉളവാക്കി വയലേറ്റഡ് ആക്കി കളഞ്ഞിട്ടൊരു പദമായതുകൊണ്ടാണ്. ഇതിപ്പം ഒരു ഉപവാസ പ്രാർത്ഥനയോ കൺവെൻഷന്റെയോ നോട്ടീസോ ഫ്ലക്സോ കണ്ടാണ് ലാസ്റ്റ് താഴെയുണ്ടോ വർഷിപ്പ് സോ ആൻഡ് സോ. നമുക്ക് ആർക്കും കേട്ടോ ഒരു ബന്ധവുമില്ല, അവർക്ക് മാത്രം ഇതുമായിട്ട് ബന്ധവുള്ളൂ. അവരാണ് ആരാധന, നമ്മളിത് കാണാൻ ചെല്ലുക. ഈ നടത്തിപ്പുകാർക്കോ ബോധമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഇല്ലാണ്ട് അവർ സമ്മതിക്കുകയായിരുന്നോ? പിന്നെ പഴയ ആൾക്കാരാണെങ്കിൽ അല്പം പള്ളിക്കൂടത്തി പോയിട്ടില്ലായിരിക്കും, പക്ഷെ അവർക്ക് ദൈവകൃപ കാണും. അങ്ങനെയുള്ളവർ എഴുതും ഗാന ശുശ്രൂഷ ഇന്ന ആളുകൾ. ഓക്കെ, ഇപ്പോഴത്തെ രീതി മുഴുവൻ വർഷിപ്പ് ലെഡ് ബൈ സോ ആൻഡ് സോ. സ്തോത്രം. ഞാൻ അതുകൊണ്ട് തന്നെ യാക്കോബ് ദൈവത്തെ ആരാധിച്ചു, അതെങ്ങനെയാണെന്നുള്ളത് പറയാൻ. അബ്രഹാം ദൈവത്തെ ആരാധിച്ചു, അതെങ്ങനെയാണെന്ന് പറയാൻ. ആരാധന എന്ന വിഷയം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണം. അപ്പോൾ നിങ്ങളും വേദോസിൽ ഏതൊരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നേരത്ത് ഞാൻ ഈ പറഞ്ഞ ഫ്രെയിമിനകത്തേക്ക് ഇടണം. യഹൂദ റാബായിമാർ ഒരു സംശയം തോന്നിയാൽ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല, എന്നോട് വഴക്കിന് വരികയും ചെയ്യരുത്. സ്തോത്രം. വേദപുസ്തകത്തിൽ വിശുദ്ധ തിരുവെഴുത്തിനകത്ത് ന്യായപ്രമാണത്തിലൊക്കെ ഒരു സംശയം തോന്നിയാൽ യഹൂദ റാബായിമാർ അതിന് ഉത്തരം കണ്ടുപിടിക്കുന്ന രീതി ഇങ്ങനെയാണ്. നമ്പർ 1, അതിന്റെ ആ 4 ഫ്രെയിമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ജെനസിസ്, എറ്റിമോളജി, മൊറാലിറ്റി ആൻഡ് ഡെസ്റ്റിനി. ജെനസിസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കം എവിടാണ് ഇത് ആരംഭിച്ചത്, ആദ്യമായിട്ട് കാണുന്നത് എവിടാണ്. അതിന്റെ ജെനസിസ് എന്താന്ന് നോക്കണം. 2, എറ്റിമോളജി, ഈ പദം എങ്ങനെ ഉണ്ടായത്, ആ പദോൽപത്തി അതെങ്ങനെയാണ് ആ പദം രൂപപ്പെട്ടത്, എന്തുകൊണ്ടാണ് അങ്ങനെ ആ പദം വരാൻ കാരണം, അതാണല്ലോ എറ്റിമോളജി. 2, ഇതിന്റെ മൊറാലിറ്റി, ഇതിന്റെ ഗുണപാഠം എന്താ, ഇതിന്റെ നല്ല വശം എന്താ, അതാണ് 3-മത്തത്. 4, അതിന്റെ ഡെസ്റ്റിനി, ഇത് നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, നല്ല ഉദ്ദേശത്തോടെയാണോ നമ്മളെ വഴി തെറ്റിക്കാനായിട്ടാണോ, ഉദ്ദേശശുദ്ധി എന്താ. ഇത് 4ഉം കൂടെ ഫ്രെയിം ആക്കി അതിനകത്തേക്ക് ക്വസ്റ്റ്യൻ ഇട്ട് കഴിയുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാം, മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. വിശുദ്ധ തിരുവെഴുത്തിലെ നിങ്ങൾക്കുണ്ടാകുന്ന ന്യായമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ തന്നെ ചെയ്യേണ്ട എന്താ പറയുക യഹൂദ റാബായിമാർ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്പർ 1, ജെനിസിസ്, അതിന്റെ ആരംഭം, തുടക്കം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഇംഗ്ലീഷിലെ പേര് നിങ്ങൾ കണ്ടില്ല, ജെനിസിസ് എന്നല്ലേ. സകലത്തിന്റെയും തുടക്കം അതിനകത്തായതുകൊണ്ട് ആ പേരങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ നമ്പർ ഉണ്ടാക്കി കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടത് ഇതിന്റെ തുടക്കം എവിടാണ് ഇത് ആരംഭിച്ചത്, ഇതിന്റെ ബിഗിനിങ് എവിടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. 2, അതിന്റെ എറ്റിമോളജി, അങ്ങനെ ആ പദം ഉപയോഗിക്കാൻ കാര്യം, ഈ പദം എങ്ങനെ ഉണ്ടായത്, ആ പദം ഉണ്ടാകാൻ കാര്യം എന്താ. ആഞ്ഞിലിമൂട്ടിൽ വീട്ടുപേരുണ്ടെങ്കിൽ അത് വെറുതെ ഒരു ആഞ്ഞിലിമൂട്ടിൽ നിന്നാക്കിയതല്ല. മനസ്സിലാവുന്നുണ്ടോ?
അത് ഒരു കാരണമുണ്ട് അത് ആ പേരെങ്ങനെ വരാൻ. അവിടെ ഒരു ആഞ്ഞിലി ഉണ്ടായിരുന്നു, അതിനടുത്തായിരുന്നു ആ വീടിരുന്നത്. പണ്ട് അന്ന് വീടൊന്നും അല്ലല്ലോ, കൊച്ച് ഒരു 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 ഓലപ്പുര പോലെ ആയിരുന്നിരിക്കാം. ആഞ്ഞിലി ചൂട്ടി താമസിക്കുന്നവരെന്ന് പറഞ്ഞാണ് ആഞ്ഞിലി മുട്ടെന്നുള്ള വീട്ടുപേര് ഉണ്ടായത്. ഒറ്റപ്ലാക്കൽ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ഒറ്റ പ്ലാവേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ആയിരിക്കും ആ പേരുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഒറ്റപ്ലാക്കൽ വീട്ടിലുള്ള ഒരു വഴക്കുമായിട്ട് വരരുത്. ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു പോയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ആ പദം എങ്ങനെയാണ് ഉണ്ടായത്, രൂപപ്പെട്ടത്, അതിന്റെ എറ്റിമോളജി എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. മൂന്നാമത് അതിന്റെ മൊറാലിറ്റി, അതിനകത്തെ ഗുണസവിശേഷ ഗുണപാഠം എന്താണ്, നമുക്ക് എന്താ പറയാ പ്രയോജനപ്പെടുന്ന, നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്. അപ്പൊ അതിന്റെ മൊറാലിറ്റി, അതിന്റെ നല്ല വശങ്ങൾ എന്താണ്, അത് പിടികിട്ടണം. 4, അതിന്റെ ഡെസ്റ്റിനി, അതെങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്, എന്തിനാണ് കാണിക്കുന്നത്, എങ്ങോട്ടാണ് നമ്മെ എത്തിക്കാൻ ശ്രമിക്കുന്നത്, എങ്ങോട്ടാണ് നമ്മെ നയിക്കുന്നത്, എന്താണ് അതിന്റെ എന്താ പറയാ ദിശാബോധം എന്താണ്. ഇത് 4-നകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇട്ട് കഴിയുമ്പോൾ അതിന് കൃത്യമായി ഉത്തരം കിട്ടും. ഞാനിപ്പോ പറഞ്ഞതെന്ന് മാത്രമല്ല, നിങ്ങൾക്കുണ്ടാകുന്ന ന്യായമായ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഫ്രെയിമിനകത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവരണം. ഉദാഹരണം സ്നാനം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട്, ഞാൻ ഈ പറഞ്ഞ ഫ്രെയിമിനകത്ത് സ്നാനം എന്നുള്ള സബ്ജക്റ്റ് ഇടുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോന്ന് കണ്ടുപിടിക്കാൻ നോക്കണം. അതിന്റെ ജെൻസിസ് എവിടാ, ഇതെവിടാണ് തുടങ്ങിയത്, ആരാണ് തുടങ്ങിയത്, ഇതിന്റെ ഉൽപ്പത്തി എവിടാ, അത് കണ്ടുപിടിച്ചു. ഈ സ്നാനം എന്നുള്ള പദം ഉണ്ടായത് എങ്ങനെ, ഏത് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ പദത്തിന്റെ അർത്ഥവ്യാപ്തി എന്താണ് കണ്ടോ. 3, അതിന്റെ മൊറാലിറ്റി, അതിന്റെ ഗുണവിശേഷങ്ങൾ എന്താണ്, സ്നാനപ്പെട്ടാലുണ്ടാകുന്ന ഗുണം എന്താണ്, അതിന്റെ അനന്തരഫലം എന്താണ്, എന്തിലേക്കാണ് നമുക്ക് വിരച്ചുന്നത്, ഉദ്ദേശ ലക്ഷ്യം എന്താണ്. ഇത് 4 കിട്ടിക്കഴിയുമ്പോൾ ഏറെക്കുറെ നമ്മുടെ ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി കിട്ടി. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ വേണം വേദപുസ്തകത്തിലെ ന്യായമായ സംശയങ്ങൾക്ക് നല്ല ഉദ്ദേശത്തോടെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ. ഇനിയല്ല ഇതിനകത്തിപ്പം എന്താ പറയാ വേറെ രീതിയിൽ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേറെ രീതിയിൽ തന്നെ അത് കണ്ടുപിടിച്ചാലേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ നല്ല വശത്തൂടെ അതിനെ പഠിച്ചുകൊണ്ട് പോകുന്ന കാര്യം. അപ്പൊ നമുക്ക് സമയം മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം, എങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ആരാധന എന്ന വിഷയം ഞാനൊന്ന് തുടങ്ങി വെക്കാം, ബാക്കി നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കുകയും ചെയ്യാം. അങ്ങനെ ഈ ഫ്രെയിമിനകത്ത് ഇടുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇത് ചെയ്യേണ്ട കാര്യം ഇതിന്റെ ജെനസിസ്, ഇതിന്റെ തുടക്കം എവിടാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നിൽക്കാം, എങ്കിലും നമുക്ക് ഇവരുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ ഒക്കുള്ളല്ലോ. ഈ ആരാധന എന്ന വിഷയത്തിന്റെ തുടക്കം പുസ്തകത്തിൽ എവിടാണ് ആദ്യം കാണുന്നത്? ഉൽപ്പത്തി 4-ാം അധ്യായം അവസാനിക്കുമ്പോൾ ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി എന്ന് കാണുന്നുണ്ട്. 21-ാം അധ്യായം അവസാനിക്കുമ്പോഴും നിത്യനായ ദൈവത്തിന് അബ്രഹാം നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു എന്ന് നമ്മൾ കാണുന്നു. ആ 2 പദങ്ങൾ തെറ്റാണെന്നല്ല അതിനർത്ഥം. ഉൽപ്പത്തി 4-ന്റെ അവസാന വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി എന്നാണ്. ഇംഗ്ലീഷ് they began to call upon the name of the Lord, ദൈവനാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി എന്നാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളിപ്പോ കണ്ട വാക്യത്തിലും ശരിയായ ആരാധന എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എടുക്കൂ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാമത് വാക്യത്തിലാണ് ആദ്യമായി ശരിയായ ആരാധന എന്നുള്ള അർത്ഥത്തിൽ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും വായിക്കാമോ? അബ്രഹാം നോക്കി ദൂരത്തുനിന്ന സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം എന്ന് പറഞ്ഞു. മതി, താങ്ക് യു. അപ്പോൾ ആരാധന എന്ന പദം വേദപുസ്തകം അർത്ഥമാക്കുന്ന തലത്തിൽ ആദ്യമായി ഉപയോഗിച്ച ഇടം ഉൽപ്പത്തി 22-ന്റെ 5. നിങ്ങൾ ഈ വിഷയം നന്നായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതിന് എൻ്റെ കൂടെ വരണേ.
ഞാനിപ്പം തുടങ്ങി വെക്കുന്നുള്ളൂ, കാരണം ഇപ്പൊ 5 മിനിറ്റൂടെ ഉള്ളൂ. ആദ്യമായി ആരാധന എന്ന പദം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 22:5-ലാണ്. എന്നാൽ മലയാളത്തിൽ ആരാധന എന്ന പദം പ്രയോഗിച്ചിരിക്കുന്ന ഇടങ്ങളാണ് ഞാൻ പറയുന്നത്. ഉൽപ്പത്തി 4-ന്റെ അവസാനത്തിലും 21-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ പ്രയോഗം ഈ പറയുന്ന അർത്ഥത്തിലല്ല എന്നുള്ളത് കൊണ്ടാണ് 22:5 ശരിയായ ആരാധന എന്ന പദമായിട്ട് ആദ്യം ഉപയോഗിച്ചതായി കാണുന്നത്. അത്ര നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സാഹചര്യം, അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കാണുമല്ലോ. മുൻപ് നമ്മളിത് പറയാൻ പഠിപ്പിക്കുക ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇസഹാക്കുമായി യാഗം കഴിക്കാൻ അബ്രഹാം ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന രംഗമാണ് അല്ലെ. അബ്രഹാമിനെ വിളിച്ചതിന് അടിയൻ ഇതാ എന്ന് പറഞ്ഞു. നിന്റെ ഏകനായ ഇസഹാക്കിനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് ചെന്ന് മോറിയാമലൻ ഞാൻ നിനക്ക് കാണിച്ച സ്ഥലത്ത് തന്നെ അവൻ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണം എന്ന് പറഞ്ഞ വാക്ക് കേട്ട് അതിരാവിലെ എഴുന്നേറ്റ് വിറക് കീറിയെടുത്തും കൊണ്ട് ഇസഹാക്കിനെ കൂട്ടി മോറിയാമലേക്ക് പോകുന്ന അബ്രഹാം സ്ഥലം അടുക്കാറായപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. അപ്പോൾ ആരാധന എന്ന പദത്തിന്റെ ആദ്യത്തെ പ്രയോഗം നമ്മൾ അവിടെ കണ്ടു. അപ്പൊ ഇവിടെ ആരാധനയ്ക്ക് ആര് വന്നേക്കുകയാണ്? അബ്രഹാം അപ്പച്ചൻ വന്നിരിക്കുക. അപ്പൊ ആദ്യമായിട്ട് ചെയ്ത ആളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നത് അറിയാൻ പറ്റുമല്ലോ. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യമായിട്ട് ചെയ്ത ആളോട് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് കുറെ കൂടെ എളുപ്പം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അപ്പച്ചൻ്റെ കൂടെ ചെല്ലാം. അബ്രഹാം അപ്പച്ചന്റെ അരികെ ചെന്ന്, അപ്പച്ച ഇത് എന്തിനാ വന്നത്, എങ്ങനെയൊക്കെയാ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് വന്നാൽ ഞാൻ ചോദിച്ചോളാം, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ മതി. അപ്പൊ നമുക്ക് അബ്രഹാം അപ്പച്ചനോട് ചോദിക്കാം, അപ്പച്ച എന്തിനാ വന്നത്? അപ്പച്ചന്റെ മറുപടി, ഞാൻ ആരാധനയ്ക്ക് വന്നത്. ആരാധനയ്ക്കോ? അതെ. ഓ അത് ശരി. അപ്പോ ആരാധനയ്ക്ക് വന്നതാണെങ്കിൽ ഇവിടെ കാണേണ്ട കുറെ സാധനങ്ങൾ കാണുന്നില്ലല്ലോ. എന്താ? അല്ല, അപ്പച്ചന് പാട്ട് പുസ്തകമുണ്ടോ? സിയോൻ ഗീതാവലി ഇല്ല. ഇവരെ പാട്ട് പാടണ്ടേ? സിയോൻ ഗീതാവലി ഇല്ല. ഓ ഇപ്പൊ പിന്നെ പാട്ട് പുസ്തകം കൊണ്ടുപോകണ്ട, പവർ പോയിന്റ് ഉപയോഗിച്ച് ഡിസ്പ്ലേ കൊടുക്കും എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പം പാട്ട് പുസ്തകത്തിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഒന്നെങ്കിൽ പാട്ട് അറിയായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ പവർ പോയിന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ പവർ പോയിന്റും ഇല്ല, ഡിസ്പ്ലേയും ഇല്ല, അതിന്റെ സ്ക്രീനും ഇല്ല, പാട്ട് പുസ്തകവും ഇല്ല. ഇല്ലേ? ഓ അപ്പം വർഷിപ്പ് പുറകെ വരുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പച്ചന് ഇസ്ഹാക്കിന്റെ മുമ്പേ ഇനി വന്നെന്നുള്ളേ ഉള്ളൂ. വർഷിപ്പ് പുറകെ വരുന്നുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പച്ചൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ടീമേ ഇവിടെ ഇല്ല. വർഷിപ്പ് ടീമും ഇല്ല, പവർ പോയിന്റും ഇല്ല, അല്ലെ PA സിസ്റ്റം, സൗണ്ട് സിസ്റ്റം, മൈക്ക് സിസ്റ്റം ഇല്ലേ? ഇല്ല. അല്ല അപ്പച്ചപ്പൻ എന്തിനാ വന്നത്? അത് ആരാധനയ്ക്ക്. എടോ, സൗണ്ട് സിസ്റ്റം ഇല്ല, പാട്ട് പുസ്തകം ഇല്ല, സ്ക്രീനും ഡിസ്പ്ലേ ഇല്ല, പാട്ട് അറിയാമെന്ന് ചോദിച്ചാൽ അതും ഇല്ല. പിന്നെ എങ്ങനെയാ ആരാധിക്കുന്നത് ഇതൊന്നും ഇല്ലാതെ? അപ്പച്ചൻ പറഞ്ഞത് ആരാധനയ്ക്ക് ഇതൊന്നും വേണ്ട. ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്, ആരാധനയ്ക്ക് ഇതൊന്നും വേണ്ട. ഏത്? മൈക്ക് സിസ്റ്റവും വേണ്ട, പാട്ട് പുസ്തകവും വേണ്ട, പവർ പോയിന്റും വേണ്ട, ഡിസ്പ്ലേയും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഇതൊന്നും ഇല്ലാതാണോ അപ്പച്ചൻ ആരാധനയ്ക്ക് വന്നത്? അതെ. പിന്നെ അപ്പച്ചൻ എന്തിനാ ഇവിടെ വന്നേ? അതെ, എന്നോട് ഒരാള് പറഞ്ഞു ഇവിടെ വരണം. ആര്? അതാരാ? Somebody told me to come over here. ആരാണത്? എന്നെ ഒരാൾ കൽദറ പട്ടണമായി ഊരിന്ന് വിളിച്ചിറക്കി ഒരാൾ പറഞ്ഞു, നീ ഇവിടെ വരണമെന്ന്. ഞാൻ അതിന് വന്നതാ.
സ്തോത്രം. എന്നെ വിളിച്ചിറക്കിയ ആള് പറഞ്ഞു മോറിയാമലയിലോട്ട് വരാൻ കൊച്ചനെ കൊണ്ട്. ഞാൻ വന്നിട്ടുണ്ട്. അല്ല, ആരാധനയ്ക്കല്ലേ വന്നത്? അതെ. പിന്നെ അപ്പച്ചൻ പറഞ്ഞു ആരാണ്ട് വരും. അത് തന്നെ ഈ പറഞ്ഞു. എന്നോട് ഇവിടെ വരാനായിട്ട് ഒരാൾ പറഞ്ഞു, അവനെ കാണാനാ ഞാൻ ഈ വന്നത്. അതിന്റെ പേരാണ് ആരാധന. സ്തോത്രം. ഒരെണ്ണം സ്തോത്രം പറഞ്ഞു നോക്കി. സ്തോത്രം. വിഷയം എടുത്തപ്പോഴേ നിങ്ങളുടെ മുഖഭാവം മാറി. അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴേ ഉണ്ടായിരുന്ന ചൈതന്യം കൂടെ പോയി. അടുത്ത ആഴ്ച ആരാധനയുടെ വിഷയം മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇനി സഹായത്തിന് വരുമോ പോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. ഒറ്റ വാക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നമ്മൾ കാണിക്കുന്ന ഈ ചാട്ടവും ബഹളവും, ഈ കാണിക്കുന്ന യാതൊരിടപാടും ആരാധനയുമായി പുലബന്ധം പോലുമില്ല എന്നറിയണം. ആരാധന എന്ന് പറഞ്ഞാൽ വിളിച്ചവനും വിളി കേട്ടവനും തമ്മിൽ ഒരുമിച്ച് മുഖാമുഖം കാണുന്നതിന്റെ പേരാണ് ആരാധന. അതിന് സൗണ്ട് സിസ്റ്റം വേണ്ട, പാട്ടുപുസ്തകം വേണ്ട, കീബോർഡ് വേണ്ട, ഗിറ്റാറും വേണ്ട, തബലയും വേണ്ട, ഡ്രം സെറ്റും വേണ്ട, ഡിസ്പ്ലേയും വേണ്ട, ഒന്നും വേണ്ട. കാണേണ്ടവനെ കാണണം. അതെങ്ങനെയാന്നുള്ളത് ഞാൻ പിന്നാലെ പറയാം. സ്തോത്രം. ഇനിയിപ്പം വ്യാഴാഴ്ച, ഇനിയിപ്പോ തിങ്കളാഴ്ച, ഇന്നിപ്പോ തിങ്കളാഴ്ചയായി. ഇനി അടുത്ത വ്യാഴാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ. നിങ്ങൾ വരുമോ ഇല്ലയോ എന്ന് ഇപ്പോഴേ പറഞ്ഞ എനിക്ക് വലിയ ആശ്വാസമായി. പരുവം കണ്ടിട്ട് മിക്കവാറും ആശീർവാദം പറഞ്ഞു പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. വരും. സന്നിധ്യം വരും ഉറപ്പ് പറഞ്ഞു. ഞാനും വരും. മതി. ഞാൻ എന്തായാലും പറഞ്ഞു പ്രിയരെ, നമുക്ക് ഇത് നമ്മുടെ ഇടയിൽ അധികം ഞാൻ മാത്രമുള്ള നടത്തില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട പല വിഷയങ്ങളും നമ്മൾ സർഫസ് ലെവലിലാണ് നിൽക്കുന്നത്. അതിന് വ്യത്യാസം വരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നമുക്ക് നല്ല 1-ാം ക്ലാസ് സൗണ്ട് സിസ്റ്റം വേണം, നല്ല ഡിസ്പ്ലേ വേണം, നല്ല 1-ാം ക്ലാസ് കീബോർഡ്. ചുമ്മാ ഞാൻ ഇന്ന് വായിക്കാതെ നല്ല 1-ാം ക്ലാസ് കീബോർഡ്, നല്ല ഗിറ്റാർ, പാടാൻ നല്ല ആളുകളൊക്കെ വേണം. ഇല്ലെങ്കിൽ എങ്ങനെങ്കിലും നമുക്ക് അതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ വേണം. വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, ഞാൻ ഇപ്പോഴാണ് എൻ്റെ ക്ലാസ്സിനകത്തും പ്രസംഗത്തിനകത്തും ഒക്കെ പാട്ട് ഞാൻ കുറച്ചത്. മറ്റേത് ഞാനൊരു പ്രസംഗം പ്രസംഗിച്ച് അതിനകത്ത് ഒരു 10-30 പാട്ടെങ്കിലും കാണാം. അത് ലാസ്റ്റ് പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി പുള്ളി പ്രസംഗിക്കാനല്ല, പാടാൻ വേണ്ടി മാത്രം വരിക. അതുകൊണ്ടാണ് ഞാൻ പാട്ട് നിർത്തുക. അപ്പോൾ ഞാൻ പാട്ടിനെതിരായിട്ട് നിൽക്കുന്ന ആളല്ല. പാട്ട് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ വേദോസിന്റെ ഒത്ത നടുക്ക 150 എണ്ണവും പാട്ടാണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകത്തിനകത്ത് ഒന്നും കാണാനില്ല. അപ്പൊ പാട്ടിനെതിരായിട്ടല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ ആരാധന എന്താണെന്നുള്ളത് വേദപുസ്തകം വാട്ട് ദ സ്ക്രിപ്ചർ സേയ്സ്, തിരുവെഴുത്ത് എന്തു പറയുന്നു എന്നുള്ളത് വചനാടിസ്ഥാനത്ത് ഒന്ന് മനസ്സിലാക്കണം. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് മനസ്സിലാക്കുമ്പോഴറിയാം യാക്കോബ് എങ്ങനെയാണ് ആരാധിച്ചത്, അബ്രഹാം എങ്ങനെയാണ് ആരാധിച്ചത്. ആ ആരാധനയിലേക്ക് ഞാൻ നിങ്ങളും വരണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് സായത്തമാക്കി തീർക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നോർപ്പിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.